സകല കലകളിലും നിപുണനായിരുന്ന രാമകേശവദാസ തമ്പുരാന് ഒരൊറ്റ കല മാത്രം വഴങ്ങിയില്ല. അത് ഏത്? നൃത്തം. ரொம்ப நாள் பயிற்சி செஞ்சாதானே மெய்யட கூட நாட்டத்தை கத்துக்க முடியும். വള്ളി, ഇത് വള്ളിയാണ്. ഇവിടെ നിന്നാണ് ശരിക്കുള്ള കഥ ആരംഭിക്കുന്നത്. ലച്ചേച്ചിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരിയും കൂടെ എപ്പിസോഡിൽ വരുന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു നിമിഷമാണ്. എനിക്ക് പുള്ളിക്കാരി ട്രിപ്പിലായതുകൊണ്ടാണ്. എന്തായാലും ഉടനെ എത്തുമെന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. അതുവരെ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലോട്ടിൽ തന്നെ ആയിരിക്കും കഥ പോകുന്നത്. ലക്ഷ്മിയുടെയും പിന്നെ കേശുവിൻ്റെയൊക്കെ കുറച്ച് പരിപാടികളായിട്ട്, പിന്നെ കേശുവിനെ നമുക്കറിയാമല്ലോ, കേശുവിന് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ കഥയുടെയൊക്കെ സാധനമൊക്കെ പുള്ളിക്കാരൻ നല്ല ഒരു കോമഡി നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. ഇനിയിപ്പം നൃത്തത്തിലേക്ക് ഞങ്ങൾ പ്രൊമോയിൽ കണ്ടു കാണും, ആ ഒരു കണ്ടന്റിലേക്കാണ് പോകുന്നത്. പുള്ളിക്കാരൻ്റെ കലയിൽ പുള്ളിക്ക് നല്ല രീതിയിൽ പറ്റാത്തത് നൃത്തമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ലക്ഷ്മിയായിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ലച്ചേച്ചി മെർലിനും കൂടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അയ്യോ ഇത് ഭയങ്കര രസകരമായി പോയേനെ എന്നുള്ളൊരു രീതിയിൽ തോന്നുന്നുണ്ട്. പക്ഷേ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലോട്ടിൽ അവർ വരാൻ സാധ്യതയില്ല. കാരണം അടുത്ത വേറെ ഒരു കണ്ടന്റിലായിരിക്കും ഇവർ രണ്ടുപേരുടെ ഒരു